Good morning. How are you all? I'm fine. Can you hear me? Yes or no? Yes. Okay. Then എല്ലാവരും ഫസ്റ്റ് തന്നെ നിങ്ങൾ പ്രസന്റ് അടിച്ചിട്ട് ക്ലാസ്സിൽ കയറുക. ചെയ്യുന്നുണ്ട് എല്ലാവരും? Okay. Then Good morning, teacher. good morning. Good morning, teacher. Good morning, teacher. Good morning. Good morning. Present How are you all? I am fine. I am fine. Okay. Have you had your breakfast? Good morning. No. No. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞില്ലേ? ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്തിനാ? ബ്രെയിൻ ഫുഡ് ആണല്ലേ? എങ്കിലേ നമുക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. Did you brush your teeth? No. No. Yes. Oh, Yes. okay, okay. Good. Did you do the homework? Did you do the homework? Yes. എല്ലാവരും ചെയ്തോ ഹോംവർക്ക്? ഇല്ലല്ലോ, ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ വിട്ടു. നെക്സ്റ്റ് ക്ലാസ്സിൽ മുതൽ നിങ്ങളുടെ പേര് ഞാൻ ഗ്രൂപ്പിലിടും. എഴുതാത്തവരുടെ, ഹോംവർക്ക് ചെയ്യാത്തവരുടെ പേര് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ. Then all of you take your MS notebook or notebook ഇല്ലേ? ആ നോട്ട്ബുക്ക് എടുക്കുക. ഇല്ലാത്തവര് ഹിന്ദിയുടെ നോട്ട്ബുക്കിന്റെ ബാക്കില് ഇന്ന് ഡിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. All of you take. Are you ready? യെസ് ആണെങ്കിൽ ഒന്ന് തമ്പ് ഉയർത്തി കാണിക്കുക നിങ്ങള്. ഓക്കെ. Then write. First word is shahar. Write fast. Shahar. Second word is kartab. Kartab. Third one, nadkad. Nadkad. First word is shahar. Shahar. Second, kartab. Third, nadkad.
Fourth one, Sharbat. 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 Fifth one, Gagan. Gagan. Only 5 words. First one, Shahar. Second, Kartab. Third, Nadkad. Fourth one, Sharbat. Fifth one, Gagan. ക്ലാസ്സിൽ ഇപ്പൊ ലാസ്റ്റ് കയറിയവർ പ്രസന്റ് ഇട്ടോന്നൊന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പ്രസന്റ് ചെയ്തതിന് ശേഷം മാത്രം ക്ലാസ്സിൽ ഇരിക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് പോകും. ഇങ്ങനെയാണ് നിങ്ങളുടെ അറ്റൻഡൻസ് ഇവിടെ എടുക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രസന്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ക്ലാസ് നോട്ട്സ് എഴുതുക. Are you finished? Okay. Richard, please unmute. ആ വേർഡ്സ് ഒക്കെ ഒന്ന് വായിച്ചു കേൾപ്പിക്കണമായിരുന്നു. ഷഹർ, കർത്തബ്, നട്കട്ട്, ഷർബത്ത്, ഗഗൻ. വെരി ഗുഡ്. ഓക്കെ, ദെൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡിറ്റേഷൻ വേർഡ്സ് ഒക്കെ എഴുതി എല്ലാവരും നോക്കുക. 5 വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ പാടെ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഇത് എൻ്റെ നമ്പറിലോട്ട് സെൻഡ് ചെയ്യണം, ഡിറ്റേഷൻ വേർഡ്സ്. ഓക്കെ, യെസ് ഓർ നോ? ഓക്കെ, ദെൻ ക്ലോസ് യുവർ നോട്ട്ബുക്ക്. 5 മിനിറ്റിനുള്ളിൽ ഇടാൻ പറഞ്ഞത് നെക്സ്റ്റ് വീക്കിലല്ല, ഇന്നാണ് പറഞ്ഞത്. ഈ ക്ലാസ് കഴിയുന്ന പാട്. കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ഇപ്പോഴും ചെയ്യാത്തവരുണ്ട്. ഇനി അത് അനുവദിക്കില്ല. ഈ കഴിഞ്ഞ് ആ ഒരു ഇത് മാത്രമേ നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉള്ളൂ. ഇനി ഇല്ല. ഇനി നിങ്ങളുടെ പേര് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഞാൻ ഇടും. അപ്പൊ നാണക്കേടാണത്. സാർ അത് കാണും. നിങ്ങൾക്ക് നിങ്ങളെ വിളിക്കും, എന്തുകൊണ്ടാണ് ചെയ്യാത്തത് ചോദിക്കും. അതൊക്കെ നാണക്കേടാണ് കേട്ടോ. ഓക്കെ, ദെൻ all of you take your ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയണ്ട അല്ലെ, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല അല്ലെ? ഓക്കെ, ഇപ്പൊ നമ്മള് ഒന്നും കൂടെ ചിരിക്കും അല്ലെ. ടെക്സ്റ്റ് ബുക്ക് കിട്ടും കേട്ടോ, നെക്സ്റ്റ് വീക്ക് എത്തുന്ന പറഞ്ഞത്. ഓക്കെ, all of you listen here. കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസ് നമുക്ക് കിട്ടി. ആ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്ത് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്തു തരാം. ഓക്കെ, സൗണ്ട് കുറവാണോ? Can you hear me? ഓക്കെ, കേൾക്കുന്നുണ്ട്. നെറ്റിന്റെ പ്രശ്നമായിരിക്കും നിങ്ങൾക്ക്. അമാത്രിക ശബ്ദ അല്ലേ? ആ ഫസ്റ്റ് സ്വരാക്ഷരങ്ങളിലെ ഫസ്റ്റ് ലെറ്റർ ആണ് ആ എന്ന ഉച്ചാരണം വരുന്ന വാക്കുകളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിരിക്കുന്നത്. പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാൻ ശ്രദ്ധിക്കാം. ഫസ്റ്റ് അമാത്രിക ശബ്ദ ക പ്ലസ് ആ ക, അതാണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. പിന്നെ എന്താണ്? ഖ പ്ലസ് ആ ഖ, ഗ പ്ലസ് ആ ഗ. അങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങൾ എല്ലാത്തിന്റെയും കൂടെ സ്വരാക്ഷരം ആ ചേർക്കുമ്പോൾ ആ എന്നുള്ള ഉച്ചാരണത്തിലാണ് വരുന്നത്. ക, ച, ട, ത, പ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലെ. അവിടെ വേറൊരു ഉച്ചാരണം വരുന്നില്ല. കീന്നോ കൂന്നോ ഒന്നും വരുന്നില്ല, കാന്ന് മാത്രം. ലിസൺ. ഫസ്റ്റ് വേർഡ് അജിഗർ. കുറെ വാക്കുകൾ പരിചയപ്പെട്ടു ആ പാഠത്തിൽ തന്നെ അല്ലെ. അജിഗർ, അമൻ, കട്ഹൽ, ഉപവൻ, ശൽഗം. കേട്ടിട്ടുണ്ടോ ഈ വാക്കുകളൊക്കെ? ഉണ്ട്. നെക്സ്റ്റ് വീണ്ടും കുറെ വാക്കുകൾ വരുന്നുണ്ട്. നൽ, ഖഗ്, നഭ്, ജൽ, ലഹർ, നയൻ, കമൽ, ഷഹർ, ചട്പട്, അതിരക്, ധർമ്മസ്, കർത്തബ്. ഇപ്പം ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വർക്കൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അന്നപ്പോ ചെയ്യാം നമുക്ക്.
ഇപ്പം ഫസ്റ്റ് കുറച്ച് വാക്കുകൾ പരിചയപ്പെടുവാണ് ചെയ്യുന്നത് ബുക്ക് കിട്ടുന്നവരെ. ലിസൺ, ഇങ്ങനെ ഒരു പാഠമുണ്ട് നിങ്ങൾക്ക്. നട്ഖട്ട് രഥൻ. മിസ് ഇത് വായിച്ചു തന്നല്ലേ? നട്ഖട്ട് രഥൻ എന്താണ്? വികൃതിയായ രഥൻ അല്ലെ? വികൃതിയായ ആരാണ്? ആദിത്ത്. വികൃതിയായ റിച്ചാർഡ് എന്നൊക്കെ പറയുന്നില്ലേ നമ്മള്? അതുപോലെ ആണോ? അല്ല, നമ്മള് നല്ല കുട്ടികളാ അല്ലെ? റിച്ചാർഡിന് ദേഷ്യം വന്നു. സോറി, രഥന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആദിത്യന് ദേഷ്യം വന്നാ? നോ. വികൃതിയായ രഥന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. മിസ് അത് വായിച്ചരാ, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. നടുക്കട്ട് രഥൻ ഇധർ ഇധർ ചൽ, തടക്ക് पर मत चल, कर्तब मत कर, पग पटक कर मत चल, जल पर मत चल, गड़पड़ मत कर, थर्मस पकड़ कर चल, खड खड मत कर, अब कर चल. എല്ലാം ചടപട ചടപട എന്നുള്ള വാക്കുകളെ കേൾക്കുന്നുള്ളൂ അല്ലേ? അതെന്താന്നറിയോ? നിങ്ങളുടെ കാര്യം എങ്ങനെയല്ലേ? നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ അടങ്ങിയിരിക്കുവോ? ഇല്ല, എപ്പോഴും ഓട്ടവും ചാട്ടവും വീഴ്ചയും അല്ലേ? നമുക്ക് പതുക്കെ നടക്കാൻ അറിയില്ല. അതേപോലത്തെ ഒരു കുട്ടിയാണ് ഇവിടെ രഥൻ എന്ന് പറയുന്ന കുട്ടി. ഇതുണ്ടോ? ഇതാണ് രഥൻ. രഥന്റെ കൂടെ ആരാന്ന് നോക്കിയേ? അമ്മയുണ്ട്. ഇപ്പം എന്താണ് രഥൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? രഥൻ ഓടിക്കൊണ്ടിരിക്കും അല്ലെ? അവന് നടക്കാൻ അറിയില്ല. നിങ്ങൾക്ക് നടക്കാൻ അറിയോ? നിങ്ങളെ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തോട്ട് ഇറക്കിയാൽ നിങ്ങൾ എങ്ങനെയാ നടക്കുക? നിങ്ങൾ നടക്കാൻ അറിയില്ല അല്ലെ? നിങ്ങൾ ഓടും. നമ്മുടെ കൈയൊക്കെ വിട്ടിട്ട് ഓടും അല്ലെ? ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ആ ചെളി വെള്ളത്തിലൊക്കെ ചവിട്ടി ചെളി തെറിപ്പിച്ച് അങ്ങനെയൊക്കെ അല്ലേ? ആണോ? എനിക്കറിയാം, ചിരിക്കുന്നുണ്ട് കുറെ പേര്. ചിരിക്കുന്നവര് അങ്ങനെയായിരിക്കും അല്ലെ? അതെ. അല്ലെങ്കിൽ പൈപ്പിലെ വെള്ളമൊക്കെ തുറന്നു വെച്ച് കുറെ വെള്ളമൊക്കെ കളഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കും, എനിക്കറിയാം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നടുക്കട്ട് രഥൻ ഇധർ ചൽ. അമ്മ പറയാണ്, രഥൻ, വികൃതിയായ രഥൻ, കുസൃതിക്കാരനായ രഥൻ, ഇവിടെ വാ. ഇധർ എന്ന് പറഞ്ഞാൽ ഹിയർ, ചൽ എന്ന് പറഞ്ഞാല് ചുവോ, നടക്കുക. ചല്ലാന്ന് പറഞ്ഞ നടക്ക ചൽ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇധർ മീൻസ് നിങ്ങൾക്ക് ബുക്ക് കിട്ടിയതിന് ശേഷം പെൻസിലും കൂടെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് എഴുതി വെക്കാം കേട്ടോ. പറഞ്ഞുതരാം. നടുക്കട്ട് രഥൻ ഇധർ ചൽ. അമ്മ പറയാണ്, വികൃതിയായ രഥനെ, കുസൃതിക്കാരനായ രഥനെ, കുരുത്തം കെട്ട രഥനെ അല്ലെ? അങ്ങനെയൊക്കെ പറയുന്നല്ലേ? ഇവിടെ വാ. സടക്ക് പെർ മത് ചൽ. റോഡിലൂടെ ഇങ്ങനെ ഓടരുത്. റോഡിലൂടെ ഓടി എന്താ സംഭവിക്കുക? വണ്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിക്കും അല്ലെ? അതെ. അപ്പൊ വീഴും, അതൊക്കെ അപകടമാണ്. ഇപ്പൊ ക്ലാസ്സിൽ കയറിയിട്ടുള്ളവര് പ്രസന്റ് അടിക്കുക, എന്നിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ഇപ്പം സടക്ക് പെർ മത് ചൽ. സടക്ക് മീൻസ് റോഡ്. സടക്ക് പെർ മീൻസ് മുകളിൽ. മത്ത് ചൽ എന്ന് പറഞ്ഞാൽ അരുത്. റോഡിലൂടെ നടക്കരുത്. നമ്മൾ ഏതിലൂടെ നടക്കണ്ടേ? റോഡിന്റെ സൈഡിലൂടെ നടക്കണം. കർത്തബ് മതുക്കർ. കുരുത്തക്കേട് കാണിക്കരുത്. പടക്ക് കർ മത്തിച്ചൽ. എന്താണ്? പൂട്ടും കൊണ്ട് നമ്മൾ എങ്ങനെ നടക്കുമ്പോ കാലും കൊണ്ട് ഇങ്ങനെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് നടക്കുന്ന അല്ലെ? നമുക്ക് പതുക്കെ നടക്കാനൊന്നും അറിയില്ല അല്ലെ? ബോയ്സ് ആണെങ്കിൽ എങ്ങനെയാ? ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ടാ നടക്കുന്നത്. ചടപട ചടപട എന്നൊക്കെ പറയും അല്ലെ? അതേപോലെ തന്നെ ഹിന്ദിയിൽ പടക്കക്കാർ, ചടപട, ഇതൊക്കെയാണ് നമ്മൾ പെട്ടെന്നുള്ള. ഓക്കെ ഓക്കെ, ഇയർഫോണിലൂടെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ എന്താ പറയുന്നത്? വികൃതിയായ രഥനോട് പറയുന്നത്, നീ റോഡിലൂടെ ഓടരുത്, നടക്കരുത്, റോഡിന്റെ സൈഡിലൂടെ പോണം അല്ലെ? റോഡിലൂടെ വന്നാൽ വാഹനമൊക്കെ നമ്മളെ ഇടിച്ചു തെറിപ്പിക്കും. അതുകൊണ്ട് പിന്നെ എന്താണ് പറഞ്ഞത്? കർത്തബ് മതുക്കർ.
ഒന്നുകൂടെ റിപ്പീറ്റ് അടിക്കുന്ന കേട്ടില്ല പറഞ്ഞോണ്ടാണ്. അപ്പം കുരുത്തക്കേട് കാണിക്കരുത്. പഗ് പടക്ക് കേർ മത്സൽ. പഗ് മീൻസ് ഫുട്ട്. കാല് ഇങ്ങനെ അടിച്ചോണ്ട് നടക്കരുത്. പതുക്കെ പോവാനാ പറയുന്നത് അല്ലെ. ബോയ്സ് ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടാകും. വെള്ളമൊക്കെ ആണെങ്കിൽ അത് ചവിട്ടി തെറിപ്പിച്ചൊക്കെയാ നടക്കുന്നത് അല്ലെ. ഗേൾസ് ആണെങ്കിലോ നമുക്ക് നല്ല പാസുരൊക്കെ ഉണ്ടാവും അല്ലെ. പാസുരൊക്കെ കിലുക്കിക്കൊണ്ട് നടക്കും. അങ്ങനല്ലേ? നല്ല സൗണ്ട് ഉണ്ടാക്കിയിട്ട്. അതെ. ജൽ പർ മത് ചൽ. ജൽ മീൻസ് വാട്ടർ. വെള്ളത്തിലൂടെ നടക്കരുത് അല്ലെ. എന്താണ്? റോഡിലൊക്കെ ഉള്ള വെള്ളം എന്താണ്? അഴുക്ക് വെള്ളമായിരിക്കും അല്ലെ. ചെളി വെള്ളം. അതില് അണുക്കളൊക്കെ ഉണ്ടാവും. നമ്മുടെ കാലിലൊക്കെ കയറിപ്പോവും. കാലിലൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെയൊക്കെ നമ്മുടെ ശരീരത്ത് കയറും അല്ലെ. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് വെള്ളത്തിലൊന്നും ചവിട്ടാതെ നടക്കൂ. ഗഡ്ബഡ് മത്കർ. ഗഡ്ബഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കുള്ളത് തന്നെയാണ്. കുരുത്തക്കേട് അല്ലെ. കുരുത്തക്കേട് കാണിക്കാതെ നടക്കൂ. തെർമസ് പകഡ്കർ ചൽ. എന്താണ് തെർമസ്? അമ്മയുടെ കയ്യിലുണ്ട്. തെർമസ് മീൻസ് ആർക്ക് പറയാം? തെർമസ്. തെർമസ്. മുബ്ദാസിം പ്ലീസ് അൺമ്യൂട്ട്. തെർമസ് എന്ന് പറഞ്ഞ എന്താണ്? മുബ്ദാസിം. മുബ്ദാസിം. ഫ്ലാസ്ക്. ഫ്ലാസ്ക്. വെരി ഗുഡ്. ഫ്ലാസ്ക് ആണ് അല്ലെ. നമ്മള് വാട്ടർ ബോട്ടിൽ എന്നൊക്കെ പറയുന്നില്ലേ. നമ്മൾ കൊണ്ടുപോകുന്നതിന് എന്താണ്? വാട്ടർ ബോട്ടിലില് ഫ്ലാസ്ക് അല്ലെ. വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പം അവനോട് പറയാണ് അമ്മ, തെർമസ് എടുത്തിട്ട് പോ. ഖഡ് ഖഡ് മത്കർ. എന്താണ് പറയുന്നത്? നീ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നോക്കി നടക്കാതെ നേരെ നോക്കി നടക്കൂ. അബ് ഖർച്ചൽ. എന്നിട്ട് വീട്ടിലോട്ട് നടക്കൂ, വീട്ടിലോട്ട് പോകൂ എന്നൊക്കെയാ പറയുന്നത്. ഇപ്പൊ എന്താ മനസ്സിലായത്? നമ്മുടെ സ്വഭാവം തന്നെയാ അല്ലെ. പുറത്തോട്ട് ഇറങ്ങിയാല് റോഡിലൂടെ ഇങ്ങനെ ഓടി നടക്കും, ചെളിവെള്ളത്തിൽ ചവിട്ടി നടക്കും. ഇതൊക്കെയാണ് അവിടെ പറഞ്ഞത്. വികൃതിയായ രഥന്റെ കാര്യമാണ് അവിടെ. അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ വായിച്ചുതരാം. നടുക്കട് രഥൻ ഇധർ ചൽ. സടക്ക് per മത് ചൽ. കർത്തബ് മത് കർ. പഗ് പടക്ക് കർ മത് ചൽ. ജൽ per മത് ചൽ. ഗഡ്ബഡ് മത് കർ. തെർമസ് പകഡ് കർ ചൽ. ഖഡ് ഖഡ് മത് കർ. അബ് ഖർ ചൽ. അതത്രേ ഉള്ളൂ. ഓൾ സ്റ്റാൻഡ് അപ്പ്. എല്ലാരും ഇങ്ങനെ താടിക്കൊക്കെ കയ്യും കൊടുത്ത് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. കയ്യിൽ എന്താണെന്ന് നോക്കട്ടെ. ഹാൻഡ്സ് അപ്പ്. ഒന്നുമില്ല അല്ലെ. ഹാൻഡ്സ് ഡൗൺ. ഹാൻഡ്സ് ഡൗൺ. സിറ്റ് ഡൗൺ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർക്ക് ഒരു എനർജി ഇല്ല, കഴിച്ചവർക്ക് നല്ല എനർജി ഉണ്ട്. ഇപ്പൊ അടുത്ത ക്ലാസ്സിലൊക്കെ കയറുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കയറണം കേട്ടോ. ചായ ഒക്കെ കുടിച്ചിട്ട് കയറണം. കുറച്ച് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടേ ക്ലാസ്സിൽ കയറാവൂ. ഓക്കെ, സിറ്റ് ഡൗൺ. ഇപ്പൊ നമ്മള് ഇതില് ശബ്ദാർത്ഥം എഴുതി. പഗ്. അൻവിത പ്ലീസ് അൺമ്യൂട്ട്. നെറ്റ് പ്രോബ്ലം ആണല്ലോ. ഏബൽ മാത്യു പ്ലീസ് അൺമ്യൂട്ട്. ഏബൽ മാത്യു. ഓക്കെ. ശബ്ദാർത്ഥം നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി അല്ലേ? യെസ്. പഗ്. പഗ് മീൻസ് പഗ്. ഹോംവർക്ക് ചെയ്തോ ഏബൽ മാത്യു? യെസ്. Then say pug.
ഹാദിയ പഗ് അറിയോ? എബലിനറിയോ? നീ ഇപ്പൊ പറഞ്ഞതല്ലേ പറഞ്ഞു. കേട്ടില്ല. feet, പഗ് പയർ, ഫീറ്റ്. ഓക്കെ. തെർമസ് ഏബലിനോട് തന്നെയാണ്. തെർമസ്. flask, ഫ്ലാസ്ക്. ജെൽ water, വാട്ടർ. ജെൽ ഹിന്ദി മീനിങ് pani, പാനി. ഓക്കെ. നിങ്ങൾക്ക് സമാനാർത്ഥമൊക്കെ വരുമ്പോ അതായത് അതേ സെയിം ആയ ഒരു വാക്ക് എഴുതാനുണ്ടാവും. അപ്പൊ 2 വാക്കുകൾ ഇംഗ്ലീഷ് മീനിങ്ങും വേണം, ഹിന്ദി മീനിങ്ങും പഠിക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ അത് അങ്ങനെ എഴുതരുന്നത്. അപ്പൊ ചിലർ ചോദിച്ചിട്ടുണ്ട് ഈ ഹിന്ദി എഴുതണോ അല്ലെ ഇംഗ്ലീഷ് എഴുതണോ ചോദിച്ചു. അപ്പൊ എന്താ ഇതിന്റെ കാര്യം? നമുക്ക് കുറച്ച് അങ്ങോട്ട് പാഠം പഠിച്ചു വരുമ്പോൾ നമുക്ക് സമാനാർത്ഥമൊക്കെ വരും. അതായത് ഒരേപോലത്തെ, അതായത് പാനി, ജൽ എന്ന് പറയുമ്പോ പാനി അല്ലെ, വാട്ടർ. അപ്പൊ അതിന്റെ ഹിന്ദി മീനിങ് വേറെയുണ്ട്, ഒരേ അർത്ഥം വരുന്ന വാക്കുകളുണ്ട്. ഓക്കെ. ദെൻ ബാക്കിയുള്ളത് ടെക്സ്റ്റ് ബുക്കിന് കിട്ടിയതിന് ശേഷം എഴുതാനുള്ളതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നുണ്ട്. നടുക്കട് കോൻ ഹെ. നടുക്കട് എന്ന് പറഞ്ഞ എന്താ പറഞ്ഞത്? വികൃതിയായ കുട്ടി അല്ലെ, വികൃതിയായ രഥൻ എന്നാണ് പറഞ്ഞത്. നടുക്കട് രഥൻ എന്ന് പറയുമ്പോ നടുക്കട് കോൻ ഹെ. ആരാണ് ഇവിടെ കുസൃതിക്കാരൻ? ഐഫുന നോ റേഞ്ച്. എല്ലാരും രഥനാണ്. ഏബൽ പറഞ്ഞിട്ടുണ്ട്. ഏബൽ മ്യൂട്ട് ചെയ്യണ്ട. രഥനാണ് അല്ലെ. നമുക്ക് അവിടെ മിസ് അത് വാട്സപ്പില് നിങ്ങൾക്ക് നോട്ട്സ് തരുമ്പോ അത് എഴുതി എടുക്കണം. ഓക്കെ. നെക്സ്റ്റ് रतन को क्या पकड़कर चलने को क्या कहा गया है? रतन को क्या पकड़कर चलने को कहा गया है? എന്താണ്? എന്തെടുത്തിട്ടാണ്? പകടിനാന്ന് പകടുക്കറിന് എടുത്തിട്ട്, എന്തെടുത്തിട്ട് പോകാനാണ് അമ്മ പറയുന്നത്? രഥനോട് എന്തെടുത്തിട്ട് പോവാനാണ് അമ്മ പറയുന്നത്? ആര് പറയും? ദേവർഷ. देवर्ष रतन को क्या पकड़कर चलने को कहा गया है? ദേവർഷിക്ക് അറിയോ എന്തെടുത്തിട്ട് പോവാനാണ് അമ്മ പറഞ്ഞത്? നോ. എന്താണ്? അറിയില്ല ആർക്കും? തെർമസ് എന്ന് പറഞ്ഞില്ലേ? തെർമസ് എടുത്തിട്ട് പോകാനല്ലേ പറഞ്ഞത് അവനോട്? അതെ, ധർമ്മസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് രതൻ കോ കഹാം ചലനെ കോ കഹാ ഗയാ ഹേ. എങ്ങോട്ട് പോകാനാണ് അമ്മ പറയുന്നത്? എങ്ങോട്ട് വരാനാണ് അമ്മ പറയുന്നത്? വീട്ടിലോട്ട് വരാം അല്ലേ? ഘർമയം. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് ഞാൻ നോട്ട് ബുക്കിൽ എഴുതി തരാൻ വേണ്ടി വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും. അതപ്പോ നിങ്ങൾ അത് എടുത്തെഴുതണം. മിസ് ഏത് സമയവും മുഹമ്മദ് ആബീസ് ടീച്ചർ ആദ്യം ഒന്നും കേട്ടില്ല എന്ന്. എന്താണ്? ക്വസ്റ്റ്യൻ ആൻസർ വായിക്കുമ്പോഴാണ് കേൾക്കാത്തത്. ആബീസ് പ്ലീസ് അൺമ്യൂട്ട്. മോന്റെ പ്രശ്നമാണ് കേട്ടോ. ഇവിടെ ക്ലാസ് കേട്ടില്ല. എന്താണ്? മൈക്ക് പിടിച്ചത് ഇതായതുകൊണ്ട് സൗണ്ട് കുറവാണ്. അതെയോ? സൗണ്ട് കുറവാണല്ലേ? ഓക്കെ, നോക്കാം. എല്ലാവർക്കും അങ്ങനെയാണോ? സൗണ്ട് കുറവായിട്ടാണോ കേൾക്കുന്നത്? അല്ലെന്നാ പറയുന്നത്. എല്ലാവർക്കും കേൾക്കാന്നാ പറയുന്നത് കേട്ടോ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വീണ്ടും ഒന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം.
അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഓക്കെ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹാദിയ റഷീദ് ഓക്കെ ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോട്ടി രഥൻ അല്ലെ, എന്താണ് നടുക്കട് രഥൻ, അതാണ് നോട്ടി രഥൻ. അതായത് വികൃതിയായ രഥന്റെ കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ എന്താ അതിന് മനസ്സിലായത്? അത് നിങ്ങൾക്ക് അതിൽ നിന്ന് കാര്യം മനസ്സിലാവാനുണ്ട്. എന്താണെന്നറിയോ? നമ്മള് പുറത്തോട്ട് ഇറങ്ങുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മള് റോഡിലൂടെ ഇങ്ങനെ ഓടി നടക്കാൻ പാടില്ല, റോഡിന്റെ സൈഡിലൂടെ നടക്കണം. പിന്നെ എന്താണ്, എപ്പോഴും ഇങ്ങനെ, നമ്മൾ കുട്ടികളല്ലേ, നമുക്ക് പതുക്കെ നടക്കാനൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ? വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെയും കൈയുടെയും എല്ലൊക്കെ ഒടിയും അല്ലെ, അത് ഭയങ്കര വേദനയായിരിക്കും. പിന്നെ ഹോസ്പിറ്റലായി, മരുന്നായി, ഇതൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതൊക്കെയാണ് ഇവിടെ അമ്മ പറഞ്ഞത്. അമ്മ എന്താ പറഞ്ഞത്? വികൃതിയായ രഥനോട് പറയുന്ന കാര്യമാണ്, മോനെ ഇങ്ങനെ ഓടിച്ചാടി ഒന്നും നടക്കാതെ പതുക്കെ നടന്നു പോ, റോഡിലോട്ട് ഇറങ്ങുമ്പോ അല്ലെ, റോഡിലൂടെ നടക്കരുത്, റോഡിന്റെ സൈഡിലൂടെ നടക്കുക, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ അത്. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ, 3 ക്വസ്റ്റ്യൻ ആൻസർ വരുന്നുണ്ട്. പ്രശ്നോത്തർ, ഹിന്ദിയിൽ എന്താണ് പറയാ? പ്രശ്നോത്തർ. അതെന്തൊക്കെയാ പറഞ്ഞത്? ഒന്നുകൂടെ അത് പറഞ്ഞുതരാം കേൾക്കാൻ പറ്റാത്തവർക്ക്. നട്ഖട് കോൻ ഹെ? ഹു ഈസ് രഥൻ എന്നാണ് ചോദിക്കുന്നത്. നട്ഖട് വികൃതിയായ ആരാണ് ഇവിടെ പറഞ്ഞത്? നട്ഖട് കോൻ ഹെ? രഥൻ. രഥൻ को क्या पकड़कर चलने को कहा गया है? आंसर इज थर्मस. रतन को कहाँ चलने को कहा गया है? അമ്മ എന്താണ് പറഞ്ഞത് അവനോട്? വീട്ടിലോട്ട് വരാനാ പറഞ്ഞത്. എന്താണ് ഹൗസ് എന്നുള്ളതിന്റെ ഹിന്ദി വേർഡ്? ഘർ. ഘർമ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക്. ഓക്കെ, അത്രേ ഇന്ന് പഠിച്ചുള്ളൂ. നമ്മള് പ്രീവിയസ് ക്ലാസ്സിൽ ആക്കി മാത്ര എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ആ എന്ന സ്വരാക്ഷരത്തിന് മാത്ര ഉണ്ട്, മാത്ര ചേർക്കുന്നുണ്ട് അല്ലെ. ആ എന്ന ഫസ്റ്റ് ലെറ്ററായ സ്വരാക്ഷരത്തിന് മാത്ര ഇല്ല. രണ്ടാമത്തെ അക്ഷരമായ ആ എന്ന അക്ഷരത്തിന് നമ്മൾ മാത്ര ചേർക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞത്. അപ്പം ആക്കി മാത്രക്ക ശബ്ദ് കുറേ വാക്കുകൾ പരിചയപ്പെട്ടു. ആദിത്യ അനൂപ്, പ്ലീസ് അൺമ്യൂട്ട്. आकी मात्रा का शब्द बोलो. फर्स्ट वर्ड आम. ओके, നോട്ട്ബുക്കിൽ എഴുതിയില്ലേ? हाथ. ओके, लिसन हियर. आम, हाथ, तारा, ചാത്ത, ബാദൽ. കുറച്ചുകൂടെ വാക്കുകൾ വരുന്നുണ്ട് ഇവിടെ, അതിന്ന് നോട്ട്സ് തരുന്നതായിരിക്കും. അതുപോലെ നോട്ട്ബുക്കിലോട്ട് ഒരു പ്രാവശ്യം പകർത്തി എഴുതുക. ഓക്കെ, ആ വാക്കുകൾ ഒന്ന് പറഞ്ഞുതരാം. ബാൽ, ബാൽ മീൻസ് ഹെയർ. താല, ലോക്ക്. കാല, ബ്ലാക്ക്. രാത്, നൈറ്റ്. ആകാശ്, സ്കൈ. ചാദർ, ബെഡ്ഷീറ്റ്. ഗമല, പോട്ട്. സാഗർ, ഓഷ്യൻ. ബർസാത്ത്, റെയിൻ. ലഹ്രാന, സ്വിംഗ്. ഉപഹാർ, ഗിഫ്റ്റ്. ഉപകാർ, ഫേവർ. ഓക്കെ, എന്തിനാ ഈ വാക്കുകൾ വായിച്ചു തന്നത്? ഇതിന്ന് നോട്ട് ബുക്കിലേക്ക് എഴുതാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരുമ്പോൾ ഈ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഒന്നും കൂടെ ഒന്ന് വായിച്ച് പരിചയപ്പെടുത്താന്നാണ്. ഓക്കെ, അപ്പം ഇന്ന് തരുന്ന വർക്കുകളൊക്കെ ഒരു പ്രാവശ്യം നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. ഓക്കെ,
സോറി, ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ കയറിയിട്ട് പ്രസന്റ് ചെയ്യാത്തവര് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പ്രസന്റ് അടിക്കുക, ചാറ്റിംഗ് വിൻഡോയിൽ പ്രസന്റ് ചെയ്യുക. മിസ്സേ കേൾക്കുന്നില്ല. ഇല്ല, കേൾക്കുന്നില്ല. പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല മിസ്സേ. യെസ്, എന്താ മിസ്സേ? കേൾക്കുന്നില്ല മിസ് പറയുന്നത്. അതെന്തോ ആളുടെ എന്തോ പ്രശ്നം തോന്നുന്നു. നമ്മൾ പറയുന്ന അവർക്ക് കേൾക്കുന്നുണ്ടാവും, പക്ഷെ അവര് പറയുന്ന നമുക്ക് കേൾക്കുന്നില്ല. ഓക്കെ, സോറി, ഞാൻ മ്യൂട്ടായിരുന്നു. സോറി. മുഹമ്മദ് മുബ്ദാസിം, പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യേ. ഓക്കെ, മുഹമ്മദ് മുബ്ദാസിം, ഡിറ്റേഷൻ വേർഡ്സ് ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. 5 വേർഡ്സ് ഉണ്ടായിരുന്നു അല്ലെ? ആ വാക്കുകളൊന്ന് വായിച്ചു കേൾപ്പിച്ചേ. ഷഹർ, ഷഹർ, കർത്ത, നെറ്റ്കൻ, ശർബത്ത്, ഗഗൻ. ഓക്കെ ഓക്കെ ഓക്കെ, അതിപ്പോ അതൊക്കെ കേട്ടിരുന്നു അല്ലേ? ഞാനത് ടെസ്റ്റ് ചെയ്ത. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇന്ന് പഠിപ്പിച്ച ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോട്ടി രഥന്റെ കാര്യമാണ് പഠിച്ചത്. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. ഒരു 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അത് നോട്ട്സ് തരുന്നതാണ്. അത് അതുപോലെ പകർത്തി എഴുതുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായത് മിസ് പറയുന്നതല്ല നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുന്നത്. 3 times each one എന്ന് പറഞ്ഞ എന്താണ്? ഓരോന്നും 3 പ്രാവശ്യം എഴുതാനാണ് പറഞ്ഞത്. തരുന്ന വാക്കുകൾ ഓരോന്നും 3 പ്രാവശ്യം എഴുതാനാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ ഇന്ന് പ്രശ്നോത്തരം തരുമ്പോൾ അത് നിങ്ങൾ 2 പ്രാവശ്യമെങ്കിലും എഴുതണം. ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ 2 പ്രാവശ്യം എഴുതണം. ക്വസ്റ്റ്യൻ വേണമെന്നില്ല, ആൻസർ മാത്രം 1, 2 എന്ന് എഴുതിയിട്ട് എഴുതുക. ഞാൻ മ്യൂട്ടല്ല, ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല. ക്യാൻ യു ഹിയർ മീ?
മുംതാസിന് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നല്ലേ പറയുന്നത്? ഉണ്ട്. അത് നിങ്ങളുടെ റേഞ്ച് പ്രശ്നമാണെന്നാ തോന്നുന്നു കേട്ടോ. ഇവിടെ ഞാൻ ചോദിക്കും ബേസ് തന്നെ ആൻസർ വരുന്ന ഇവിടെ. ഓക്കെ, അന്നപ്പോ ഞാൻ എന്താ പറഞ്ഞത്? നോട്ട്സ് തരുമ്പം 3 പ്രാവശ്യം എഴുതാൻ പറഞ്ഞാൽ അത് 3 പ്രാവശ്യം തന്നെ എഴുതണം. എന്തിനാ പറയുന്നത്? അത് അന്നേരം തന്നെ പഠിക്കാൻ വേണ്ടിട്ടാ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ ആൻസർ തരുമ്പോ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ 2 പ്രാവശ്യം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. ഇപ്പം നടുക്കെട്ട് കോൻ ഹേ എന്ന് ചോദിച്ചാല് അവിടെ ആൻസർ രതൻ എന്നാ വരുക അല്ലെ? അതെ. അപ്പൊ ആ രതൻ എന്നുള്ളത് 2 ടൈംസ് അവിടെ 2 ലൈനായിട്ട് ഡൗൺ ഡൗൺ റൈറ്റ് 2 ടൈംസ്. ഓക്കെ, പിന്നെ നമ്മൾ ആക്കി മാത്രക്ക ശബ്ദ് അത് പരിചയപ്പെട്ടു. ഫസ്റ്റ് അത് എഴുതി അല്ലെ? രണ്ടാമത്തെ ലെസൺ എന്ന് പറഞ്ഞിട്ട് ആക്കി മാത്ര എന്ന് കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെയാണ് ഹാത്ത്, താര, ചാത്ത, ബാദൽ. എഴുതിയോ നിങ്ങളത്? നോ, എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പൊ ആ വാക്കുകൾ ഇന്ന് തരും. അപ്പൊ ഒത്തിരി വർക്കൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അത് എഴുതാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതിയെടുത്താൽ കുറച്ചേ ഉള്ളൂ. മുഹമ്മദ് മുബ്ദാസിം പ്ലീസ് അൺമ്യൂട്ട്. ബാക്കി എല്ലാവരും വീഡിയോ ഓഫ് ആയിട്ടാ കാണുന്നത്. മുബ്ദാസിം, ഓക്കെ. ആക്കി മാത്രക്ക ശബ്ദ എഴുതിയില്ല. ഹാത്ത്, ആം, താര. No, okay. Today I will give you. Okay. അപ്പം ഈ വാക്കുകൾ ഇന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ടൈം ഈസ് ഓവർ. സി യു നെക്സ്റ്റ് പീരീഡ്. വേറെ ഒന്നുമില്ല ഇന്ന്. അതായത് രണ്ടാമത്തെ പാഠത്തിലെ ആക്കി മാത്രക്ക ശബ്ദ കുറേ വാക്കുകൾ നമ്മൾ വീണ്ടും പരിചയപ്പെട്ടു. ആ വാക്കുകളെല്ലാം തന്നെ നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് അതുപോലെ പകർത്തി എഴുതണം. മിസ് അത് നോട്ട്സ് തരുന്നതായിരിക്കും. ഓക്കെ, ദെൻ ബൈ. സി യു നെക്സ്റ്റ് പീരീഡ്. ബൈ.